നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. 3-നെതിരെ 5 ഗോളുകൾക്ക് മയോർക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരിതാ വീണ്ടും വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. എന്തൊരു പ്രകടനമാണ് ലാമിൻ യമാൽ തൻ്റെ മടങ്ങി വരവിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മത്സരം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും ബാഴ്സലോണ പരുങ്ങുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്രയും പ്രധാനപ്പെട്ടതാണ്. റാഫിഞ്ഞയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു അസിസ്റ്റൊക്കെ കിടിലനായിരുന്നു. റാഫിഞ്ഞയാവട്ടെ ഇരട്ട ഗോളുകളുമായിട്ട് മിന്നിക്കത്തി. റാഫിഞ്ഞയുടെ ഇരട്ട ഗോളുകൾ ടോളസ്, ഫ്രങ്കി ഡിയോങ്, പാവ് വിക്ടർ എന്നിവരുടെ ഗോളുകൾ ചേർന്നപ്പോഴാണ് അവർ 5 ഗോളുകളിലേക്ക് എത്തിയത്. മറുഭാഗത്ത് മുറിക്കുകയാണ് ഒരു ഗോൾ മയോർക്കയ്ക്ക് വേണ്ടി നേടിയത്. ഫ്രങ്കി ഡിയോങ്ങിൻ്റെ കാര്യവും എടുത്തു പറയണം. അദ്ദേഹം ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തുന്നു. 2021 ഏപ്രിൽ 17 ശേഷം ആദ്യമായിട്ടാണ് ഒരു കളിയിൽ ഫ്രങ്കി ഡിയോങ് ഗോളും അസിസ്റ്റും സ്വന്തം പേരിൽ കുറിക്കുന്നത്. എന്തായാലും ഈ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് വിശ്രമം അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യ 11-ൽ അദ്ദേഹം ഇല്ലാതെ ടോറസിനെ മുന്നേറ്റങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു. ഒപ്പം റാഫിഞ്ഞ, ഡാനി ഓൽമോ, ലാമിൻ യമാൽ എന്നിവരെയൊക്കെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ഇറക്കിക്കൊണ്ടാണ് ഹൻസി ഫ്ലിക്ക് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. ആദ്യ പകുതിയിൽ അവർ ആധിപത്യം പുലർത്തി, ശരിയാണ്. പക്ഷേ 1-1 എന്ന രൂപത്തിലാണ് ഇടവേള സമയത്തുണ്ടായിരുന്നത്. റാഫിഞ്ഞ അതിനെക്കുറിച്ച് കളിക്ക് ശേഷം പറഞ്ഞത്, ഇടവേള സമയത്ത് ഞങ്ങൾ വളരെ ദേഷ്യത്തിലായിരുന്നു. കൂടുതൽ ഗോളുകൾ നേടാമായിരുന്നിട്ടും 1-1 എന്ന രൂപത്തിലായിരുന്നു കളി. രണ്ടാം പകുതിയിൽ ഞങ്ങൾ കളി മാറ്റിമറിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കളിയുടെ 12-ാമത്തെ മിനിറ്റിൽ ടോളസിലൂടെ ബാഴ്സലോണ ലീഡെടുത്തെങ്കിലും 43-ാമത്തെ മിനിറ്റിൽ മുറിക്കയിലൂടെ മയോർക്ക ആ ഗോള് മടക്കിയടിക്കുകയാണ് ഉണ്ടായത്. രണ്ടാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിൽ റാഫിഞ്ഞ പെനാൽറ്റി എടുക്കുന്നു. അവർക്ക് വേണ്ടി ലീഡ് തിരികെ പിടിക്കുന്നു. 74-ാമത്തെ മിനിറ്റിൽ വീണ്ടും റാഫിഞ്ഞയുടെ ഗോൾ, ലാമിൻ യമാലിൻ്റെ കിടിലൻ അസിസ്റ്റ് കണ്ട ഒരു ഗോളാണത്. അതിനുശേഷം ഫ്രങ്കി ഡിയോങ് 79-ാമത്തെ മിനിറ്റിൽ ലീഡ് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. 84-ാമത്തെ മിനിറ്റിൽ വിക്ടർ കൂടി ഗോളടിച്ചപ്പോൾ 1-നെതിരെ 5 ഗോളുകളുടെ തകർപ്പൻ വിജയത്തോടുകൂടി ബാഴ്സലോണ വീണ്ടും വിജയവഴിയിലേക്ക് 1-ാം സ്ഥാനത്ത് അവർ തുടരുകയാണ്. 16 കളികളിൽ നിന്ന് 37 പോയിന്റാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.